ഹലോ ഓൾ, ഞാൻ നിങ്ങളുടെ ഐറിഷ് സഞ്ചാരി. സ്കോട്ട്ലൻഡിലെ പ്രശസ്തമായ ലോഗ് ലോമണ്ട് തടാകക്കരയിലാണ് ഈ ലസ് എന്ന മനോഹരമായ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഒരു പോസ്റ്റ് കാർഡ് പോലെ സുന്ദരമാണ് ഈ ഒരു സ്ഥലം. എന്നാൽ ഇതിനു പിന്നിൽ 1000 വർഷത്തെ ചരിത്രമുണ്ട്. പണ്ട് ഈ മലനിരകൾ വൈകുന്നേരത്തെ സൂര്യപ്രകാശത്തെ തടഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രാമത്തെ ഇരുണ്ട ഗ്രാമം, ദ ഡാർക്ക് വില്ലേജ് എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. ഈ കാണുന്ന ലസ് ലേക്കിനോട് ചേർന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലസ് പാരിഷ് ചർച്ച് ആണ്. ഇന്ന് കാണുന്ന ഈ പള്ളി 1875 പണിതതാണെങ്കിലും കഴിഞ്ഞ 1500 വർഷമായി ഇവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. AD 510 അയർലൻഡിൽ നിന്ന് വന്ന സെന്റ് കെസോഗ് എന്ന രാജകുമാരനാണ് ഇവിടെ ക്രിസ്തു മതം എത്തിച്ചത്. ഈ പഴയ മരക്കവാടം കടക്കുമ്പോൾ നമ്മൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രഹസ്യങ്ങളിലേക്കാണ് നടക്കുന്നത്. ഇവിടെ മതം പ്രചരിപ്പിച്ച സെന്റ് കെസോഗ് ക്രൂരമായി കൊല്ലപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം ലസ് എന്ന സുഗന്ധമുള്ള ഒരു പ്രത്യേകതരം പുല്ലുകൊണ്ട് മൂടിയാണ് ഇവിടെ അടക്കിയത്. ആ പുല്ലിൽ നിന്നുമാണ് ഈ ഗ്രാമത്തിന് ലസ് എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം. ഈ പഴയ ശ്മശാനത്തിലേക്ക് നോക്കൂ. ഇവിടുത്തെ ചരിത്രം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. പായൽ പിടിച്ച ഈ ഒരു കല്ലറകൾക്കിടയിൽ 11ാം നൂറ്റാണ്ടിലെ വൈക്കിംഗ് കാലഘട്ടത്തിലെ കല്ലറകൾ വരെയുണ്ട്. വൈക്കിംഗ് കടൽ കൊള്ളക്കാർ തങ്ങളുടെ കപ്പലുകൾ കരയിലൂടെ വലിച്ച് ഈ തടാകത്തിൽ എത്തിച്ച് ഇവിടെ വലിയ കൊള്ളകൾ നടത്തിയിരുന്നു എന്നതിന്റെ തെളിവുകളാണിത്. ഇന്ന് കാണുന്ന ഈ പള്ളി ഇവിടുത്തെ പഴയ ഗോത്രത്തലവനായിരുന്ന സർ ജെയിംസ് കോൾഗൂൺ ആണ് പണി കഴിപ്പിച്ചത്. അതിനൊരു ദാരുണമായ കാരണമുണ്ട്. 1873 ഈ തടാകത്തിലുണ്ടായ ഒരു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ പിതാവും കൂട്ടുകാരും മുങ്ങി മരിച്ചു. അവരുടെ ഓർമ്മയ്ക്കായി പള്ളിയുടെ ഉൾവശത്തെ മേൽക്കൂര തല കീഴായി മറിഞ്ഞ ഒരു ബോട്ടിന്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പഴയ വിശുദ്ധന്മാരുടെയും വൈക്കിംഗ് കൊള്ളക്കാരുടെയും കഥകൾ ഉറങ്ങുന്ന ഈ ഒരു ലസ് ഗ്രാമം ചരിത്രപ്രേമികൾക്ക് ഒരു അത്ഭുതമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം. Bye.